ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടൻ ആരെന്ന് ചോദിച്ചാൽ നമുക്കൊരു പക്ഷേ സംശയം തോന്നാം. പക്ഷേ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ അത്ഭുതം ആരെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് ശിവാജി റാവു ഗെയ്ക്വാദ് എന്ന തമിഴ്നാടിൻ്റെ ഹൃദയസ്പന്ദനമായ രജനീകാന്ത് എന്ന 74-കാരൻ തന്നെയാണ്. 50-ാം വർഷത്തിൽ തൻ്റെ കൂലി എന്ന സിനിമയിൽ അഭിനയിച്ച് 200 കോടി കൂലി വാങ്ങി ഇപ്പോഴും ഒരു സാധാരണക്കാരൻ ബസ് കണ്ടക്ടറായ കൂലി ഇമേജ് തൻ്റെ പ്രേക്ഷകർക്കിടയിൽ സ്ഥാപിച്ച് വെക്കണമെങ്കിൽ രജനീകാന്ത് എന്നൊരു അത്ഭുത പ്രതിഭാസത്തിന് മാത്രമേ അത് സാധിക്കൂ. അനിതര സാധാരണമായ അഭിനയശേഷിയോ അഭൗമമായ സൗന്ദര്യമോ ഒന്നുമല്ല രജനീകാന്തിൻ്റെ കൈമുതലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സൂപ്പർ സ്റ്റാർ ആരെന്ന് കേട്ടാൽ ചിന്ന കൊളന്തയും സൊല്ലും അണ്ണൻ നടിക്ക വേണ്ട നടന്താൽ പോതുമെന്നൊക്കെയുള്ള കൾട്ടുകളുണ്ടാക്കി പ്രേക്ഷക ഹൃദയത്തിൽ ഒരു ലഹരിയായി പടർന്നു കയറിയ മന്ത്രം എന്തെന്നറിയണമെങ്കിൽ രജനീകാന്ത് എന്ന മനുഷ്യൻ്റെ സോഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വ്യാപ്തി അറിയണം. തൻ്റെ പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടത് കൃത്യമായി അളന്ന് മുറിച്ച് നൽകാനുള്ള ഒരു അനിതര സാധാരണമായ ശക്തി വിശേഷമുണ്ടല്ലോ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ്. ഏത് ബിസിനസ് വിജയിക്കണമെങ്കിലും കൺസ്യൂമർ ബിഹേവിയർ അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവ് വേണം. ആ കഴിവ് രജനീകാന്തിനോളമുള്ള ഒരൊറ്റ നടനും ഇന്ത്യൻ സിനിമയിൽ എന്നല്ല ലോക സിനിമയിൽ തന്നെ ഇല്ല. പിന്നെ അദ്ദേഹം തീർച്ചയായിട്ടും ഇത്രയും കാലം അഭിനയിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു കരിസ്മയുണ്ട്. അതാണ് നാളെ രാവിലെ 6 മണിക്ക് എൻ്റെ വിദ്യാർത്ഥികളെയും സുഹൃത്തുക്കളെയുമൊക്കെ തിരുവനന്തപുരത്ത് കൂലിയുടെ ഷോ ബുക്ക് ചെയ്ത് ഇന്ന് ഉറക്കമുളച്ച് ഇരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് ആ സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. രജനീകാന്തിന് അടുത്ത സിനിമയിൽ ഇതിനേക്കാളും വലിയ പ്രതിഫലം വാങ്ങാനാകട്ടെ, ഒരു അത്ഭുതമായി എന്നും അദ്ദേഹത്തിന് നിറഞ്ഞു നിൽക്കാനാകട്ടെ. സാധാരണക്കാരുടെ ഒരു ആശയും ആവേശവുമായി എന്നെന്നും രജനീകാന്ത് ഉണ്ടാവട്ടെ. കൂലിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.